മുഖ്യമന്ത്രി അതേസമയം തിരുവനന്തപുരത്തെ തോൽവിയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ മറ്റൊരു പ്രതികരണം നടത്തുകയുണ്ടായി. അത് UDF BJP സഹകരണ മുന്നണിയാണ് LDFനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിച്ചത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതായത് തിരുവനന്തപുരം നഗരസഭയിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് LDF ആണ്. ശതമാനക്കണക്കിലും LDF ആണ് മുന്നിൽ. BJP വിജയിച്ച 26 വാർഡുകളിൽ UDFന് 1000 താഴെ മാത്രമാണ് വോട്ട്. UDF വിജയിച്ച 11 സീറ്റുകളിൽ BJPക്ക് 1000 താഴെയാണ് വോട്ട്. അപ്പോൾ എന്തോ നീക്കുപോക്കുകൾ ഉണ്ടായി എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ BJP ഉയർത്തിയത് അത്യന്തം അപകടകരമായ വർഗീയ രാഷ്ട്രീയമാണ്. പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ LDFനാണ് ശരിയായ രീതിയിൽ സാധിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ചില പഞ്ചായത്തുകൾ LDF പിടിച്ചെടുത്തു എന്നുള്ളത്. കുളനട, ചെറുകോൽ, കള്ളിക്കാട്, കരവാരം, കല്ലുവാതുക്കൽ, കവിയൂർ, കോടന്തുരുത്ത്, ഇതൊക്കെ LDF BJPയിൽ നിന്ന് പിടിച്ചെടുത്ത മണ്ഡലങ്ങളായിട്ടാണ് കാണാൻ സാധിക്കുക. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം പറഞ്ഞാൽ, തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് കോർപ്പറേഷൻ അതിർത്തിയിൽ ഇപ്പോഴും LDF തന്നെയാണ്. ശതമാനക്കണക്കിലും LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, 12ഓളം സീറ്റുകളിൽ 60 വോട്ടിനാണ്, 60ൽ താഴെ വോട്ടിനാണ് LDF പരാജയപ്പെടുന്നത്. യെസ്, അതാണ് 12 സീറ്റുകളിൽ 60 താഴെ വോട്ടുകൾക്ക് CPIM പരാജയപ്പെട്ടു. അതേസമയം BJP വിജയിച്ച 26 സീറ്റുകളിൽ UDFന് 1000 താഴെ വോട്ട്. 11 UDF വിജയിച്ചപ്പോൾ അവിടെ BJPക്ക് 1000 താഴെ വോട്ട്. അപ്പോൾ നീക്കുപോക്കുകളുണ്ട്. BJP UDF സഹകരണ മുന്നണി എന്നാണ് നിരീക്ഷിക്കുന്നത്. അതിനൊരു മറുപടി കൃത്യമായി നൽകേണ്ട ഉത്തരവാദിത്തം ഇനി BJPക്കും കോൺഗ്രസിനും ഉണ്ടാവുകയാണല്ലോ അരുൺ. BJPയുടെ മറുപടി ഇന്നലെ തന്നെ വന്നിരുന്നു. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് നമ്മോട് തന്നെ പ്രതികരിച്ചത്, മുഖ്യമന്ത്രി വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്, അത്തരത്തിൽ ഒരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരം നഗരസഭാ ഭരണം BJPക്ക് കിട്ടാൻ കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയും അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരഭരണത്തിനെതിരായ ജനങ്ങളുടെ വികാരവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ആരോപണം ഇന്നലെ തന്നെ BJPയുടെ സംസ്ഥാന നേതൃത്വം തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഏതായാലും അത്തരമൊരു സംശയം നേരത്തെ CPI കേന്ദ്രങ്ങളും മുന്നോട്ട് വച്ചതാണ്. ഇത്തരത്തിൽ കോൺഗ്രസ് ജയിച്ച മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ട് വളരെ കുറവായിരുന്നു. BJP ജയിച്ചെടുത്ത് കോൺഗ്രസിൻ്റേത് 1026 വാർഡുകളുടെ കണക്കാണ്. BJP ജയിച്ചെടുത്ത് കോൺഗ്രസിൻ്റേത് 1000 താഴെ വോട്ട് പോയ കണക്ക് CPM മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ് ജയിച്ച ചിലയിടങ്ങളിൽ BJPയുടെ വോട്ടും വളരെ 1000 താഴേക്ക് പോയി എന്നൊരു കണക്കാണ് CPM മുന്നോട്ട് വയ്ക്കുക. അതൊരു അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ തെളിവായാണ് CPM കാണുന്നത്. CPMനെ തിരുവനന്തപുരം നഗരഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ബോധപൂർവ്വ ശ്രമം നടന്നു എന്ന ഒരു ആരോപണമാണ് CPM കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചത്. മുഖ്യമന്ത്രി ഇന്നലെ വാർത്താസമ്മേളനം നടത്തുമ്പോൾ അത് ഒന്ന് അടിവരയിട്ട് പറയുകയാണ് ചെയ്തത്. ഇത്തരം നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുണ്ട്, എന്നിട്ടും മികച്ച ഒരു പ്രകടനം നടത്താൻ, അല്ലെങ്കിൽ ഇത്രയധികം പ്രശ്നമുണ്ടായിട്ട് പോലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നൊരു വിലയിരുത്തലാണ് CPMന് ഉള്ളത്. കോൺഗ്രസും BJPയും ഇങ്ങനെ ഒത്തുകളിച്ചില്ലായിരുന്നുവെങ്കിൽ നഗരഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. ഇതാണ് CPMന്റെ വിലയിരുത്തൽ. യെസ്, അതായത് അരുൺ, ഒരു ഭാഗത്ത് ഈ വാർഡ് വിഭജനമടക്കം അതിൽ CPIയും BJPയും ഒളിച്ചു കളിക്കുന്നു, അവർ തമ്മിൽ ധാരണയുണ്ട് എന്ന് UDF പറയുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് പറയുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണല്ലോ കോൺഗ്രസും BJPയും തമ്മിലാണ് ധാരണയെന്ന ഈ മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് ഇത് വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലേ എത്തുന്നത്? തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് എന്തുകൊണ്ട് CPM തോറ്റു എന്ന ചർച്ചകൾ നടക്കുമ്പോൾ CPMന്റെ പ്രതിരോധം ഇതാണ്. കോൺഗ്രസും BJPയുമായി ഒത്തുകളിച്ചത് കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു വലിയ തോൽവിയിലേക്ക് CPM പോയത്, അല്ലെങ്കിൽ BJP ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം നഗരഭരണം പിടിക്കാനിടയായത്. എന്നാൽ കോൺഗ്രസ് പറയുന്നതാകട്ടെ BJP അധികാരത്തിലെത്തിച്ചത് CPM ആണ്, വാർഡ് വിഭജനമാണ്. BJPക്ക് അനുകൂലമായ ചില കണക്കുകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളുടെ കോൺഗ്രസ് നേതാക്കൾ തന്നെ പങ്കുവച്ചിട്ടുമുണ്ട്. BJP വിജയിച്ച വാർഡുകളിൽ അവിടുത്തെ ആകെ വോട്ട് 5000-6000 ആ ഒരു
റേഞ്ചിലാണ്. എന്നാൽ BJP തോറ്റ വാർഡുകളിലാകട്ടെ അവിടെ 10,000-ന് മുകളിലുണ്ട്. അതായത് BJPക്ക് ജയിക്കാൻ പാകത്തിൽ BJPക്ക് സ്വാധീനമുള്ള മേഖലകൾ വെട്ടിയൊരുക്കി കൊടുക്കപ്പെടുകയായിരുന്നു CPM-ന്റെ ഭാഗത്ത് നിന്ന് ഈ വാർഡ് വിഭജനത്തിലുണ്ടായെന്ന ആരോപണമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് ഉപോത്ബലകമായ ചില കണക്കുകളുമൊക്കെ കോൺഗ്രസ് നേതൃത്വവും സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരെ പിന്തുണയ്ക്കുന്നവരുമൊക്കെ പുറത്തുവിട്ടിട്ടുമുണ്ട്. അങ്ങനെ പരസ്പരം പഴിചാരുകയാണ്. ഏതായാലും യാഥാർത്ഥ്യം എന്തായാലും BJP നാളെ തിരുവനന്തപുരം നഗരസഭയിൽ ഭരണം ഏൽക്കും. അവരുടെ മേയറെ നാളെ തിരഞ്ഞെടുക്കും. അത്തരം ചർച്ചകളിലേക്ക് കൂടി BJP കടക്കുകയാണ്. അപ്പോഴും ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് തടസ്സം കുറവില്ല. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ നീക്കമായി തന്നെ കാണണം. യെസ്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പല അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ തോറ്റുവെങ്കിലും വോട്ട് ശതമാനം അടക്കം കാര്യമായി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഇടതുമുന്നണി പറയുന്നത്. എന്നാൽ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി തിരുവനന്തപുരത്ത് എന്ന് BJP പറയുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം ആണ് അവർക്ക് നേട്ടമായി ഉയർത്തി കാണിക്കാൻ സാധിക്കുന്നത്.